തൃശൂർ പുതുക്കാട് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് വീണ്ടും. നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2 ആൺകുഞ്ഞുങ്ങളാണ് മരിച്ചത്. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നാണ് അമ്മ അനീഷയുടെ മൊഴി. പൊക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയിരുന്നു എന്നും വിശദീകരിച്ചു. രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തി. അനീഷ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നെന്ന സംശയത്തെ തുടർന്നാണ് ആൺസുഹൃത്ത് ഭവിൻ അസ്ഥി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പറഞ്ഞു. കസ്റ്റഡിയിലുള്ള ഇരുവരെയും ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സാനു കെ സജീവ് ചേരുന്നു വിവരങ്ങളുമായി. സാനു, കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ അവിശ്വസനീയമായ കാര്യങ്ങളാണ് എന്ന് പറയേണ്ടി വരും. എങ്ങനെ ആണ് ഈ കുട്ടികളെ കൊലപ്പെടുത്തിയത് എന്നൊക്കെയും ഇവർ വിവരിക്കുന്നു. ഈ ഒരു വിക്ഷോഭറിനകത്ത് അസ്ഥികളുമായിട്ട് 2 കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായിട്ട് ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതായത് അദ്ദേഹത്തിന്റെ 2020 മുതൽ ഇവർ തമ്മിൽ, അതായത് ഈ ഭവിനും അനീഷയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. 2020 ഇവർ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത്. തുടർന്നാണ് ഇവർ പല ഘട്ടങ്ങളിലായിട്ട് ഒന്നിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രി 12:30 ഒരു വിക്ഷോഭറിനകത്ത് കുറച്ചധികം അസ്ഥികളുമായിട്ട് എത്തിയിട്ട് മക്കളുടെ അസ്ഥിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് വിവരിക്കുകയായിരുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് വിശ്വസിക്കാൻ, അതായത് മനുഷ്യന്റെയാണോ ഈ അസ്ഥി എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കാനായിട്ട് പോലീസ് തയ്യാറായില്ല. തുടർന്നാണ് ഇതിലൊരു പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയാണ് ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ബി കൃഷ്ണകുമാർ ജില്ലാ പോലീസ് മേധാവി തന്നെ അല്പം മുമ്പ് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ കുട്ടിയുടെ മരണം അതൊരു കൊലപാതകമല്ല, അത് സ്വാഭാവികമായിട്ടും ജനിച്ചപ്പോൾ ഉണ്ടായത്, അതായത് ആ ജന്മ സമയത്ത് തന്നെ ആ കുട്ടി മരണപ്പെട്ടു എന്നാണ് പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ആ കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൽ കൂടി ഇത് ചുറ്റിയാണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം അത് കൊലപാതകമായിരുന്നെന്നും തുടർന്ന് ഇവർ തമ്മിൽ രണ്ടാമത്തെ കുട്ടിയുടെ ജന്മശേഷം ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ, ഇവരുടെ ബന്ധത്തിൽ ചില വിള്ളലുകൾ സംഭവിക്കുകയും തുടർന്ന് ആണ് ഈ വിവരങ്ങൾ പോലീസിനോട് പറയുന്ന ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ എത്തുന്നത്. ഇന്നലെ വൈകിട്ട് ഇരുവരും തമ്മിൽ വാക്കേറ്റവും വീട്ടിൽ ചില അലോഹ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി വിവരങ്ങളൊക്കെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ ഫോറൻസിക് വിദഗ്ധരും അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരുടെ എത്തി പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊലപാതകം എന്ന് തന്നെ പ്രാഥമിക നിഗമനം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി സാനു.